പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഇന്നലെ പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ISRO മുൻ ശാസ്ത്രജ്ഞൻ M അണ്ണാദുരൈ അടക്കമുള്ളവരുടെ പേര് ചർച്ചയായിരുന്നു. നേരത്തെ NDA ഒരു സമവായ സ്ഥാനാർത്ഥിയിലേക്ക് എത്താം എന്ന രീതിയിലേക്ക് ചർച്ചകൾ എത്തിച്ചിരുന്നു. പക്ഷേ ഒരു മത്സരം വേണം എന്ന് തീരുമാനം ഇന്ത്യ സഖ്യം എടുക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴും അവർക്കിടയിൽ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. പലർക്കും മത്സരം വേണം, അല്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കാമെന്ന ഒരു ആഗ്രഹമുണ്ട്, അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ വരുന്ന വാദങ്ങളും. ഇന്നലെ പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ISRO മുൻ ശാസ്ത്രജ്ഞൻ M അണ്ണാദുരൈ അടക്കമുള്ളവരുടെ പേരുകൾ ചർച്ചയാകുന്നുണ്ട്. ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് അധികം വൈകാതെ അറിയാൻ പറ്റും. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജിഷ്ണു, എന്തായാലും ഇന്ന് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ അറിയാം എന്നുള്ളത് തന്നെയാണോ? പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് നിലവിൽ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെ നേതാക്കളുടെ യോഗം ചേർന്നിരുന്നെങ്കിലും മുഴുവൻ പാർട്ടികളുടെയും സമവായത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ സാധിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. തമിഴ്നാട്ടിൽ നിന്നോ ബീഹാറിൽ നിന്നോ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ പൊതുവിൽ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുൻപോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ മുഴുവൻ പാർട്ടികളും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടി നിലവിലുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ മുന്നണിയിൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തെയും തൃണമൂൽ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ സമവായത്തിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ശ്രമം നടക്കുന്നത്. ഏതായാലും മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. CP രാധാകൃഷ്ണനെ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഏകകണ്ഠമായി വിജയിപ്പിക്കണം എന്നൊരാവശ്യം എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷത്തിന് മുൻപിലേക്ക് വെച്ചിരുന്നു. എന്നാൽ അത് നിലവിൽ ഉൾക്കൊള്ളേണ്ടതില്ല, ആ ആവശ്യം അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത്. പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ NDAക്ക് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കും. ലോക്സഭയിലും രാജ്യസഭയിലും അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിനുള്ള ഭൂരിപക്ഷം സ്വാഭാവികമായും NDAക്ക് ലഭിക്കും. 21-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 9-നാണ് നിലവിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. ശരി ജിഷ്ണു, പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനമുണ്ടാവുക. ഇന്നലെ പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ISRO മുൻ ശാസ്ത്രജ്ഞൻ M അണ്ണാദുരൈ അടക്കമുള്ളവരുടെ പേരുകളാണ് ചർച്ചയായത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.